മഴ ശക്തമായതോടെ റോഡുകളിലെ കുഴികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത ഭാഗങ്ങൾ പോലും തകർന്നു പോകുന്നു. കാലടി പാലത്തിൽ വീണ്ടും കുഴികൾ അപകട ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഈ ഭാഗത്ത് ടാർ ചെയ്ത് അവിടെ തന്നെയാണ് വീണ്ടും കുഴികൾ രൂപപ്പെടുന്നത്. കാലടി ജംഗ്ഷനിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് ഇന്ന് പരിക്കേറ്റു. സമാനമായ രീതിയിൽ ആലുവ ചൂണ്ടിയിലും റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. തലനാരിഴയ്ക്കാണ് ചൂണ്ടിയിൽ അപകടത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടത്. കാലങ്ങളായി നിലനിന്നിരുന്ന ദുരിതമായിരുന്നു കാലടിപ്പാലത്തിലെ കുഴികൾ. കുഴിയും കുരുക്കും തീരാ ദുരിതവും. ഇരുഭാഗത്തും അപ്രോച്ച് റോഡുകളിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്താണ് കുഴികൾ. പാലത്തിലെ കുഴികൾ മൂലം കിടക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ. പലതവണ അധികൃതർക്ക് പരാതി നൽകി. യാത്രക്കാരും നാട്ടുകാരും ഒരുപോലെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നീട് കാലടിപ്പാലത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കി സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരവുമായി എത്തി. പക്ഷേ പ്രതിഷേധം ഫലം കണ്ടില്ല. കുഴികളുടെ ആഴം കൂടുക മാത്രം ചെയ്തു. ഇങ്ങനെയിരിക്കെ പാലത്തിലെ കുരുക്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അകപ്പെട്ടു. കോട്ടയത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഗതാഗത കുരുക്കിൽപ്പെട്ട മന്ത്രിയുടെ വാഹനത്തിനടുത്തെത്തി റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളും യാത്രക്കാരും മന്ത്രിയോട് നേരിട്ട് പരാതി പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ മന്ത്രി പാലത്തിലെ കുഴികൾ പരിശോധിച്ച ശേഷം എത്രയും വേഗം പരിഹാരമുണ്ടാക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. രാത്രിയോടെ റോഡിലെ കുഴികൾ പൂർണ്ണമായും അടച്ചു. എന്നാൽ കുഴികളടച്ച് ദിവസങ്ങൾ മാത്രമായപ്പോൾ അടച്ച ഭാഗത്ത് തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. വീണ്ടും ഗതാഗത കുരുക്ക്. കാലടിപ്പാലത്തിൽ മാത്രമല്ല, കാലടി ജംഗ്ഷനിലുമുള്ളത് മരണക്കുഴികളാണ്. കാലടി ജംഗ്ഷനിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് പരിക്കുപറ്റി. ഒന്നാം തീയതി ടാർ ചെയ്തു. അത് വളരെ സുഗമമായിട്ട് പോയാണ്. പക്ഷേ 1-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതി ആകുമ്പോഴേക്കും പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അത് LDF എന്നോ UDF എന്നോ അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. ഇത് വളരെ ശാസ്ത്രീയപരമായിട്ട് പഠിച്ച് പരിഹരിക്കേണ്ട വിഷയമാണ്. സമാനമായ രീതിയിൽ മറ്റൊരു അപകടവും കൊച്ചിയിൽ നടന്നു. ആലുവ ചൂണ്ടിക്കവലയിൽ റോഡിലെ കുഴിയിൽ ചാടിയ ഇരുചക്രവാഹനത്തിൽ നിന്ന് തെറിച്ചുവീണ് യുവാവിന് പരിക്കേറ്റു. ആലുവ മലയപ്പള്ളി വാരിയത്ത് ശിഹാബിനാണ് പരിക്കേറ്റത്. കൈക്കും തലയ്ക്കുമാണ് പരിക്ക്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരക്കേറിയ റോഡിലെ വലിയ കുഴിയിൽ വെള്ളക്കെട്ടിൽ ചാടി നിരവധി പേർക്കാണ് പരിക്കേൽക്കുന്നത്. പരാതികൾ എത്ര വന്നാലും എന്തുകൊണ്ടാണ് പരിഹാരമുണ്ടാകാത്തതെന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം. ദിവസങ്ങൾ കഴിയും തോറും മഴയുടെ ശക്തി കൂടുകയാണ്. അതുപോലെ കേരളത്തിലെ റോഡുകളുടെ കുഴികളുടെ എണ്ണവും. കേരളത്തിലെ റോഡുകളെ കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള മരണക്കുഴികളുടെ എണ്ണം കൂടുന്നത്? അൻമരിയ സനി, 24 കൊച്ചി.